നമസ്കാരം. യുദ്ധം നടക്കുകയാണ്. ഇസ്രായേൽ അമേരിക്കൻ്റെ സംയുക്ത സൈന്യം ഇറാനെ ആക്രമിച്ചു. പ്രത്യാക്രമണം നടത്തിയത് മറ്റ് GCC രാജ്യങ്ങളിലേക്കാണ്. ആ പ്രശ്നം അങ്ങനെ പോകുന്നതിനിടയിലാണ് ഈ എണ്ണയുടെ ഒരു പ്രശ്നം വരുന്നത്. എണ്ണയുടെ പ്രശ്നം അതായത് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്ന രീതിയിലാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അമേരിക്കയുടെ കൃപാകടാക്ഷത്തിൽ ഒരു മാസം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം. പക്ഷേ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യക്കല്ല സാങ്ഷൻ കൊടുത്തിരിക്കുന്നത്, എണ്ണ കമ്പനികൾക്ക്. സാങ്ഷൻ കൊടുത്തേക്കല്ല, ഇളവ് കൊടുത്തിരിക്കുന്നത് എണ്ണ കമ്പനികൾക്കാണ്. ഈ എണ്ണ കമ്പനികൾക്ക് ഒരു മാസത്തേക്ക് ഒരു ഇളവ് കൊടുത്തിരിക്കുന്നു. അത് ഇന്ത്യക്ക് അത്തരം ഒരു സാങ്ഷൻ ബാധകമല്ല. ഇന്ത്യക്കെതിരെ സാങ്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇന്ത്യക്ക് ആവശ്യമായ എണ്ണയും ഊർജ്ജവും ഇന്ത്യക്ക് ആവശ്യമുള്ള രാജ്യങ്ങളിൽ നിന്ന് ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയിൽ ഇന്ത്യ വാങ്ങും. അപ്പോൾ ഇങ്ങനെ ഒരു കൃത്യമായ നിലപാട് ഇന്ത്യക്ക് ഉണ്ടെന്നിരിക്കെ എന്തിനാണ് ഈ പ്രതിപക്ഷ പാർട്ടികളും മാധ്യമങ്ങളും, പ്രത്യേകിച്ച് കേരളത്തിലെ മാധ്യമങ്ങൾ, ഈ രീതിയിൽ കള്ളക്കഥ മെനഞ്ഞു വിടുന്നത്? അല്ല, കേരളത്തിലെ മാധ്യമങ്ങളെന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടി നമ്മളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു വാർത്തയുണ്ട്. അതായത് ബാർക്ക് റേറ്റിംഗ് മരവിപ്പിച്ചിരിക്കുന്നു. വസ്തുതാവിരുദ്ധമായ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ വസ്തുതാവിരുദ്ധമായ വാർത്തകൾ കൊടുക്കരുത്, സെൻസേഷനലൈസ് ചെയ്ത് കാര്യങ്ങളെ പർവ്വതീകരിച്ച് റേറ്റിംഗ് ഉണ്ടാക്കാൻ വേണ്ടി പല മാധ്യമങ്ങളും ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടും ബാർക്ക് റേറ്റിംഗ് അടുത്ത 3-4 ആഴ്ചത്തേക്ക് മരവിപ്പിച്ചുകൊണ്ടും ഒക്കെയാണ് ഇന്നലെ കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവ് വന്നത്. അതൊരു കടുത്ത നടപടിയാണ്. സത്യം പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മേൽ ഉള്ള നിയന്ത്രണങ്ങളുടെ ഒരു കടുത്ത നടപടിയാണ്. ആ കടുത്ത നടപടിയിലേക്ക് കേന്ദ്രത്തിന് പോകേണ്ടി വന്നു. അങ്ങനെ പോകേണ്ടി വന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് അമേരിക്കയുടെ ഈ കഴിഞ്ഞ ദിവസം ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് പുറപ്പെടുവിച്ച ഉത്തരവും എന്നെ വളച്ചടിച്ചുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ മാത്രമല്ല, സാധാരണ രീതിയിൽ സത്യം വളരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങൾ കൂടി കഴിഞ്ഞ ദിവസം കൊടുത്തത്, ദേശീയ മാധ്യമങ്ങളടക്കം കൊടുത്തത്, ഇന്ത്യക്ക് റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇന്ത്യക്ക് പേടിക്കാതെ എണ്ണ വാങ്ങാം, ഒരു മാസത്തേക്ക് ഇന്ത്യൻ കമ്പനികൾക്ക് ഇനി വലിയ ലാഭമായിരിക്കും, ലാവിഷായിരിക്കും, ഇങ്ങനെയൊക്കെയുള്ള വാർത്തകളാണ് കൊടുത്തത്. പക്ഷേ ഏതൊരു രാജ്യസ്നേഹിയുടെയും മനസ്സിൽ അതൊരു വല്ലാത്ത ദുഃഖമുണ്ടാക്കുന്ന വാർത്തയാണ്. ഇന്ത്യയോട് ഇന്ന രാജ്യത്ത് നിന്നും എണ്ണ വാങ്ങിക്കോളൂ, അങ്ങനെ ഒരു അനുമതി ഞാൻ തന്നിരിക്കുന്നു എന്ന് പറയാൻ ഈ ലോകത്തിലെ ഏത് രാജ്യത്തിനാണ് അധികാരമുള്ളത്? അങ്ങനെ ഒരു വാക്യം, അങ്ങനെ ഒരു അനുമതി അമേരിക്ക തരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ അമേരിക്കയുടെ സാമന്ത രാജ്യമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് തന്നെ വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ട ഈ വാർത്തയെ പ്രതിപക്ഷം ഏറ്റെടുത്തു. അവർ രാഷ്ട്രീയമായി പ്രചരിപ്പിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം അരവിന്ദ് കെജ്രിവാൾ, ഇതുവരെ അടങ്ങിയിരുന്ന അരവിന്ദ് കെജ്രിവാൾ ചാടി വീണ് ഈ പ്രസ്താവനയിൽ പിടിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജിവെക്കണമെന്ന് വരെ പറയുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ജനങ്ങളെ വ്യാപകമായി തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ളൊരു വാർത്തയായിരുന്നു അത്. സത്യത്തിൽ അമേരിക്കൻ എണ്ണ റഷ്യയുടെ എണ്ണ ഇന്ത്യക്ക് വാങ്ങാനുള്ള അനുമതി അമേരിക്ക കൊടുത്തിട്ടില്ല. അങ്ങനെ ഒരു അനുമതിയുടെ ആവശ്യവുമില്ല. തീർച്ചയായും ഉപരോധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ റഷ്യൻ എണ്ണ വാങ്ങരുത് എന്ന് എല്ലാവരോടും അമേരിക്ക പറയും. ഇന്ത്യയോട് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളോടും അമേരിക്ക പറയും. പക്ഷേ ഇന്ത്യ പറഞ്ഞു, ഞങ്ങൾ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ കൺസ്യൂമറാണ് ഈ ക്രൂഡ് ഓയിലിൻ്റെ. ഞങ്ങളുടെ രാജ്യത്ത് ഊർജ്ജ പ്രതിസന്ധിയുണ്ട്. ആ ഊർജ്ജ പ്രതിസന്ധി ഇല്ലാതെ ഊർജ്ജ ലഭ്യത മുന്നോട്ട് കൊണ്ടുപോകും, ഊർജ്ജ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഞങ്ങൾക്ക് ഇത്തരത്തിൽ നടപടികൾ ആവശ്യമാണ്, ഞങ്ങളുടെ മാത്രം കാര്യമാണ് എന്നാണ് ഇന്ത്യ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യക്ക് മേൽ ഈ പറയുന്ന താരിഫൊക്കെ ഏർപ്പെടുത്തിയത്. പക്ഷേ നമ്മളുടെ മാധ്യമങ്ങളും ഒരു ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ ഇതിനെ ഒരു വ്യാപാര കരാറുമായി ബന്ധിപ്പിക്കുകയാണ്. ഈ അമേരിക്കയുമായി അടുത്തിടെ ഉണ്ടാക്കിയ വ്യാപാര കരാർ, ആ കരാർ വന്നതോടുകൂടി നമുക്ക് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാനുള്ള അനുമതി ഇല്ലാതായിരിക്കുന്നു. ഇപ്പോൾ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു മാസത്തേക്ക് അമേരിക്ക അനുമതി നൽകിയിരിക്കുന്നു എന്നാണ് വ്യാപകമായി പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെടുന്നതും റിപ്പോർട്ട് ചെയ്യുന്നതുമെല്ലാം. പക്ഷേ ഇതല്ല യഥാർത്ഥത്തിൽ. സത്യത്തിൽ അമേരിക്ക മാത്രമല്ല, യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉപരോധമുണ്ട്. അമേരിക്കയുടെയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം റഷ്യയുടെ എണ്ണ വിൽക്കുന്നതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യങ്ങളും ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അവർ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതെങ്കിലും കമ്പനിയോ ഏതെങ്കിലും രാജ്യങ്ങളുടെ കമ്പനികൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയാൽ അവരുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്നാണ് അമേരിക്ക പറഞ്ഞിരുന്നത്. ഇതുവരെ ആ ഉപരോധമുണ്ട്. സെക്കൻഡറി സാങ്ഷൻസ് ഇന്ത്യൻ കമ്പനികൾക്ക് മേലെയും ഉണ്ടായിരുന്നു. ആ ഉപരോധങ്ങളെല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത്. ഉദാഹരണത്തിന് ഈ ഉപരോധം എന്ന് പറഞ്ഞാൽ അങ്ങനെ തീരുമാനിക്കാൻ അമേരിക്കയ്ക്ക് അധികാരമുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന കമ്പനികളുമായി ഞങ്ങൾ സഹകരിക്കില്ല എന്ന് ഒരു തീരുമാനമെടുക്കാൻ അവർക്ക് തീർച്ചയായും അധികാരമുണ്ട്. അങ്ങനെ ഒരു തീരുമാനത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ
റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഒരു കമ്പനി ഇപ്പോൾ ഇന്ത്യയുടെ റിലയൻസ് ആണെന്ന് വിചാരിക്കുക. റിലയൻസിന് അമേരിക്കയുമായി ഒരു കോൺട്രാക്റ്റ്, ഒരു കരാറിൽ ഏർപ്പെടേണ്ട ഒരു സാഹചര്യം വരുന്നു. റിലയൻസും ആ കരാർ നേടിയെടുക്കാൻ വേണ്ടി മത്സരിക്കുന്നു. ആ സാഹചര്യത്തിൽ നിങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കമ്പനിയിലെ ഞങ്ങൾ നിങ്ങളുമായി സഹകരിക്കില്ല എന്ന് അമേരിക്ക പറയും. റഷ്യയിൽ നിന്നും വരുന്ന ഒരു കൺസൈൻമെൻറ്റ്, കപ്പൽ മാർഗം റഷ്യയിൽ നിന്നും എണ്ണ വരുന്നുണ്ട്. ആ കപ്പലിന് അടിയന്തരമായി ഒരു തുറമുഖത്തേക്ക് അടുപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. അടുത്തുള്ളത് അമേരിക്കൻ തുറമുഖമാണ് എന്ന് വിചാരിക്കുക. അമേരിക്ക ഇവിടെ അനുമതി തേടുന്നു. അപ്പോൾ അമേരിക്ക പറയുന്ന കൺസൈൻമെൻറ്റ് എന്താണ്? അത് റഷ്യയിൽ നിന്നുള്ള എണ്ണയാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ തീരത്ത് അടുപ്പിക്കാൻ പറ്റില്ല എന്ന് അമേരിക്ക പറയുന്നു. ഇതാണ് ഉപരോധമായി ഉണ്ടായിരുന്നത്. ഇൻഷുറൻസ്, കപ്പൽ ഗതാഗതത്തിൽ ഇൻഷുറൻസ് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. ആ ഇൻഷുറൻസ് തുക അല്ലെങ്കിൽ ഇൻഷുറൻസ് എടുക്കേണ്ടതോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യേണ്ടതോ ഒരു സാഹചര്യം വന്നാൽ ഈ പറയുന്ന കമ്പനി റഷ്യൻ എണ്ണയുമായി ബന്ധമുണ്ടെങ്കിൽ അതിന് അമേരിക്കൻ ഇൻഷുറൻസ് കമ്പനികൾക്ക് അത് നിഷേധിക്കാനുള്ള എല്ലാ അവകാശങ്ങളുമുണ്ട്. ഇതായിരുന്നു ഉപരോധം. ഈ ഉപരോധത്തെ എല്ലാം മറികടന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫെബ്രുവരി മാസത്തെ കണക്കിലെടുത്താലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് കുറഞ്ഞിട്ടുണ്ടെങ്കിലും രാജ്യത്തെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഭാഗം റഷ്യയിൽ നിന്ന് തന്നെയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ എണ്ണ ഇന്ത്യ പർച്ചേസ് ചെയ്ത സമയം ഇവർ ഈ ഉപരോധത്തിൻ്റെ കാരണമായി പറയുന്ന ഏറ്റവും പീക്കായ കാരണമായി പറയുന്ന ഉക്രൈൻ വാറിൻ്റെ സമയത്താണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങിയത് ആ സമയത്താണ്. 42% എണ്ണയാണ് ആ സമയത്ത് വാങ്ങിയത് റഷ്യയിൽ നിന്ന്. വളരെ ലാഭകരമായി ഇന്ത്യക്ക് എണ്ണ ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും അടിയന്തരമായി ഏറ്റവും രൂക്ഷമായ സാഹചര്യത്തിൽ പോലും ഇന്ത്യ എണ്ണ വാങ്ങിയിട്ടുണ്ട്. ഇന്ത്യ എവിടെ നിന്നൊക്കെ എണ്ണ വാങ്ങുമെന്ന് കൃത്യമായ രീതിയിൽ വിദേശകാര്യ വക്താവ് രൺവീർ സിംഗ് ജയ്സ്വാൾ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എവിടെ നിന്ന്, നാളെ ചിലപ്പോൾ വെനസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങാം, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാം, ഇറാനിൽ നിന്ന് എണ്ണ വാങ്ങാം, പല രാജ്യങ്ങളിൽ നിന്നും എണ്ണ വാങ്ങാം. ഇന്ത്യൻ കപ്പലുകൾക്കാണ് ഈ ഹോർമുസ്, ചൈനീസ് കപ്പൽ കഴിഞ്ഞാൽ ഇന്ത്യൻ കപ്പലുകൾക്കാണ് ഈ ഹോർമുസ് ഇടനാഴിയിൽ കൂടി പാസ് ചെയ്യാനുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ ഇന്ത്യക്ക് അനുമതി കൊടുക്കുന്നു. അത് വലിയൊരു ബുദ്ധിമുട്ടായി, വലിയൊരു പ്രഷർ സിറ്റുവേഷനായി എടുക്കേണ്ടതല്ലോ. നമ്മുടെ രാജ്യം നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് ഇറാനുമായിട്ടാണോ അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ടാണോ, ഈ വിവിധ രാജ്യങ്ങളുമായിട്ട്, അതായത് രണ്ട് രാജ്യങ്ങളും പരസ്പരം പോരടിക്കുന്ന രണ്ട് രാജ്യങ്ങളിലും പോയി ചെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള അത്രയധികം ഒരു വിൽ പവർ, അത്രയധികം ഒരു പ്രാധാന്യം ഇന്ത്യക്കുന്നുണ്ട്. ഉക്രൈനിലേക്കും പോകും, റഷ്യയിലേക്കും പോകും, ഇനി ഇറാനിലേക്കും പോകും, ഇസ്രായേലിലേക്കും പോകും. ഇങ്ങനെ എല്ലാ രാജ്യങ്ങൾക്കകത്തേക്കും പോകാൻ പറ്റുന്ന അത്രയധികം സ്വാധീന ശക്തി ഇന്ന് ഇന്ത്യക്കുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അതോടൊപ്പം തന്നെ നമ്മുടെ വാണിജ്യപരമായ സമ്പദ് വ്യവസ്ഥ അത്രയും വലിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അത്രയധികം ജനങ്ങൾ നമുക്കുണ്ട്, ഊർജ്ജ ആവശ്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ സാമ്പത്തികപരമായിട്ട് ഇന്ത്യയോട് പിണങ്ങി നിൽക്കാൻ ഒരു രാജ്യങ്ങൾക്കും അധിക നാൾ അത്രയും കഴിയില്ല. കാരണം അത്ര വലിയ ഒരു സമ്പദ് വ്യവസ്ഥയാണ്. അങ്ങനെയൊക്കെ ഇരിക്കെ നമ്മുടെ രാജ്യത്തെ അപമാനിക്കുവാൻ വേണ്ടിയിട്ട് നിരന്തരമുള്ള ശ്രമമാണ് ഈ ഇന്ത്യയുടെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. സത്യത്തിൽ അവരാക്രമിക്കുന്നത് കേന്ദ്ര ഭരണപക്ഷത്തെയല്ല, ആക്രമിക്കുന്നത് രാജ്യത്തെ തന്നെയാണ് എന്നുള്ളതാണ്. ഇതവർ തിരിച്ചറിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. അതാണ് ഈ വിദേശകാര്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് രാഷ്ട്രീയവൽക്കരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട ഒന്നാണ്. ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ നമ്മൾ രാജ്യത്തിനെതിരെ സംസാരിക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആ പാർട്ടിക്കാണ്. അമേരിക്ക പറഞ്ഞത് ഈ ഹോർമൂസ് കടലിടുക്കുമായി ബന്ധപ്പെട്ട് സ്ട്രെയിറ്റ് ഓഫ് ഹോർമൂസിൽ ഇറാൻ ഏർപ്പെടുത്തിയ ഉപരോധം, ഇറാൻ കപ്പലുകൾ പോകാൻ അനുവദിക്കുന്നില്ല, കപ്പലുകൾ അങ്ങോട്ട് വന്നാൽ കത്തിച്ച് കളയുമെന്നാണ് ഇറാൻ പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു കടലിടുക്കാണ് ഹോർമൂസ് കടലിടുക്ക്. എണ്ണ വരവിൻ്റെ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വരവിൻ്റെ നല്ലൊരു ശതമാനം വരുന്നത് ആ കടലിടുക്കിലൂടെയാണ്. ഈ കടലിടുക്ക് ഇറാൻ അടച്ചതോടുകൂടി നൂറുകണക്കിന് കപ്പലുകളാണ് ആ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ കപ്പലുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായതുകൊണ്ട് ആ ഉപരോധം കാരണം, നേരത്തെ പറഞ്ഞതുപോലെ റഷ്യക്കെതിരെ ഏർപ്പെടുത്തിയിട്ടുള്ള ഉപരോധം കാരണം ഇന്ത്യക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉപരോധത്തിൽ ഏതാണ്ട് 30 ദിവസത്തെ വൈവർ അല്ലേ, ആ 30 ദിവസത്തെ ഇളവ് അനുവദിക്കുക മാത്രമാണ് അമേരിക്ക ചെയ്തത്. അല്ലാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാനുള്ള അനുവാദമല്ല കൊടുത്തത്. ഉപരോധത്തിൽ ഇളവ് കൊടുത്തിരിക്കുന്നു. റഷ്യയിൽ നിന്നും ഇന്ത്യ നിരന്തരം എണ്ണ വാങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന്മേൽ അമേരിക്കയുടെ ഉപരോധമുണ്ട്. ആ ഉപരോധങ്ങളെ മറികടന്നാണ് ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്കിൽ രൂപപ്പെട്ട പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ ആ ഉപരോധം കാരണം ഇന്ത്യക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകരുത് എന്ന ഉദ്ദേശത്തോടു കൂടി അമേരിക്ക അതിൽ ഇളവ് നൽകിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആ ഇളവ് വളരെ സസൂക്ഷ്മം വായിക്കേണ്ടതാണ്. മാർച്ച് 5 മുമ്പ് റഷ്യൻ എണ്ണ ലോഡ് ചെയ്ത കപ്പലുകൾക്കാണ് അത് ബാധകമായിട്ട് വരുന്നത്. അതായത് എന്ന് പറഞ്ഞാൽ ഇനി വാങ്ങാമെന്നാണ് അതിൻ്റെ അർത്ഥം.
30 ദിവസം ഇനി എണ്ണ വാങ്ങാമെന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് ഇതുവരെ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾ, ആ കുടുങ്ങിക്കിടക്കുന്ന കപ്പലുകൾക്ക് അത് ഇനിയിപ്പോൾ അത് വരുന്നത് ഏതാണ്ട് 1 മാസത്തോളം ആയിരിക്കും അത് എത്താൻ, അതിൻ്റെ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകാൻ. അതുകൊണ്ട് ആ സമയം വരെയും ഉപരോധത്തിൽ ഇളവ് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ത്യക്ക് വലിയ പ്രയോജനമൊന്നുമില്ല. ഒരു പക്ഷേ മറ്റ് കടൽ മാർഗ്ഗങ്ങളോ അമേരിക്കയുടെ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ ഉപയോഗിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു ഇളവ് തന്നതുകൊണ്ട് ഇന്ത്യക്ക് കോടിക്കണക്കിന് രൂപയുടെ ലാഭമുണ്ടാകാൻ പോകുന്നു, ഇന്ത്യയുടെ ഓയിൽ കമ്പനികൾ ഇതാ വളരാൻ പോകുന്നു, എണ്ണ വർദ്ധിപ്പിക്കാൻ പോകുന്നു, അങ്ങനെയൊന്നുമല്ല. തീർച്ചയായും റഷ്യയിൽ നിന്നുള്ള എണ്ണ വരവ് കുറഞ്ഞിട്ടുണ്ട്. അത് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഭാഗമായിട്ടുള്ളതാണ്. കാരണം സ്റ്റോക്ക് ഉള്ളത് കൊണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രചരണം അടുത്ത് വരാൻ പോകുന്നു. ഇന്ത്യയുടെ കയ്യിൽ എണ്ണ ഇല്ല, എണ്ണയുടെ ദൗർലഭ്യമുണ്ടാകും, പെട്രോൾ പമ്പുകളിലേക്ക് പോയി നിറച്ച് പെട്രോൾ അടിച്ചോളൂ, ഇപ്പോൾ തന്നെ ഇതാ ഗ്യാസ് എടുത്തു വെച്ചോളൂ എന്ന് പറഞ്ഞ് ഗ്യാസ് കമ്പനികൾ, ഗ്യാസിൻ്റെ ഡീലർമാരുടെ ഓഫീസുകളിലെല്ലാം ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്ക് അനുഭവപ്പെടുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യുദ്ധ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പച്ചക്കള്ളങ്ങൾ പടച്ചുവിടുക, ആ കള്ളങ്ങൾക്ക് അല്ലെങ്കിൽ ആ ഒരു ട്രാൻസ്മിഷൻ ഓഫ് ലൈസ് അതിന് മാധ്യമങ്ങളും ഇരയാവുക എന്ന ഒരു വളരെ അപകടം പിടിച്ച സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു മാധ്യമ നിയന്ത്രണം അടക്കം, ബാർക്ക് റേറ്റിംഗ് കുറയ്ക്കുന്നത്, മരവിപ്പിക്കുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടന്നത്. അതിനെതിരെ ഒരക്ഷരം ആരും വേണ്ടിയിട്ടില്ല. ഇപ്പോൾ ഈ സമയത്ത് മാധ്യമ നിയന്ത്രണമെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. കാരണം അത്രമാത്രം യുദ്ധത്തെ സെൻസേഷനലൈസ് ചെയ്ത് വാർത്തകൾ കൊടുക്കുന്നതിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ മുൻപന്തിയിലാണ് എന്ന് കേന്ദ്ര സർക്കാർ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇപ്പോൾ യുദ്ധ സാഹചര്യം കാരണം അവിടെ നിന്ന് മടങ്ങിപ്പോകുന്ന മലയാളികളോട് ചോദിക്കുമ്പോൾ പോലും നിങ്ങൾ മാത്രമാണ് ഇവിടെ ഇതിനെ വലിയൊരു ഒരു ഇവൻ്റാക്കി കൂടെ കൊണ്ടാടുന്നത്, അവിടെ ഞങ്ങൾ താമസിച്ചു കൊണ്ടിരുന്ന രാജ്യത്തൊന്നും ഇത്ര വലിയ ചർച്ചാ വിഷയമൊന്നുമല്ല, അമേരിക്കയിൽ പോലും ഇതൊരു ചർച്ചാ വിഷയമല്ല എന്നാണ് ഒരു പ്രമുഖ ചാനലിലെ ഒരു വിദേശ ലേഖകൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അമേരിക്കയിൽ ഇതൊന്നും ഒരു ചർച്ചാ വിഷയമേ അല്ല മാധ്യമങ്ങളിൽ. അമേരിക്ക ബോംബിടുന്നു, അത് ഏതെങ്കിലും 4-ാമത്തെ 5-ാമത്തെ പേജിലൊരു വാർത്തയായിരിക്കും എന്നതല്ലാതെ ഇവിടെ യാതൊരു കൺഫ്യൂഷനോ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ആവലാതിയോ ആശങ്കയോ ഒന്നും അമേരിക്കക്കാർക്കില്ല. മറ്റ് രാജ്യങ്ങൾ, ഈ ആക്രമണത്തിന് വിധേയരാകുന്ന സൗദി ആയാലും ഒമാൻ ആയാലും അവിടെയൊന്നും ഇങ്ങനെ ഭീതിപ്പെടുത്തുന്ന 24 hour വാർ കവറേജ് ഒന്നുമില്ല. പക്ഷേ ഇവിടെ അതിനെ പർവ്വതീകരിച്ചു കാണുന്നു. അതിനൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില വാർത്തകൾ അതിൻ്റെ പ്രത്യാഘാതം മനസ്സിലാക്കാതെ അതിങ്ങനെ ഏറിയുന്നു. ഇതാണ് ഏറ്റവും വലിയ അപകടം. സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം വരെ രൂപപ്പെടാൻ സാധിക്കുന്ന ഒരു പച്ചക്കള്ളമാണ് കഴിഞ്ഞ ദിവസം ഈ ഒരു അനുമതിയുടെ പേരിൽ. ഇന്ത്യക്ക് ഒപ്പക്ക രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് അമേരിക്കയുടെ അനുമതി വാങ്ങിയിട്ടാണോ? മറ്റ് രാജ്യങ്ങളിൽ നിന്ന് UAE, സൗദി, ഖത്തർ ഇവിടങ്ങളിൽ നിന്നൊക്കെ ഇന്ത്യ എണ്ണ വാങ്ങിക്കൊണ്ടിരുന്നത് അമേരിക്കയുടെ അനുമതിയോട് കൂടിയല്ലല്ലോ. അതുപോലെ തന്നെയാണ് റഷ്യയും. പക്ഷേ റഷ്യയുടെ മേൽ പാശ്ചാത്യ ഉപരോധമുണ്ട്, അമേരിക്കയുടെ ഉപരോധമുണ്ട്. അതുമാത്രമാണ് ഇവിടെ ഒരു ചെറിയ വിഷയമായിട്ടുള്ളത്. ആ ഉപരോധത്തിൽ ഇളവ് നൽകുക എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് എണ്ണ വാങ്ങാൻ അനുമതി കൊടുക്കുക എന്നല്ല. അത് വളരെ അപകടകരമായ നരേഷനാണ് ഇന്നലെ പോയത്. അതിനെതിരെ ആയിരിക്കണം, ഒരുപക്ഷെ അതിനെതിരെയും കൂടി ആയിരിക്കണം ഇത്തരത്തിലൊരു നടപടി വന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ നമ്മുടെ രാജ്യത്തിനെ അപമാനിക്കുന്ന തരത്തിൽ നിരന്തരം ഇത്തരത്തിലുള്ള വാർത്തകൾ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ മറ്റൊരു രാജ്യത്തോടുള്ള ബന്ധത്തിന്, ഒരു ഇൻ്റർനാഷണൽ റിലേഷനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു രീതിയിൽ വാർത്ത പടച്ചു വിടുക എന്നതിൽ അത് അക്ഷരാർത്ഥത്തിൽ രാജ്യവിരുദ്ധമായിട്ടുള്ള നടപടി തന്നെയാണ്. ഇവർ അത് മനസ്സിലാക്കുന്നുണ്ടോ അല്ലെങ്കിൽ എത്ര കണ്ട് മനസ്സിലാക്കുന്നുണ്ടോ എന്നറിയില്ല. ഒരു ക്യാമറയോ അല്ലെങ്കിൽ മൈക്കോ മാധ്യമമോ അത്രയും പൈസയോ ഒക്കെ ഉണ്ടെങ്കിൽ രാജ്യത്തിനെതിരെ എന്തും പടച്ചു വിടാമെന്നോ എന്നുള്ള ധാരണയുണ്ടെങ്കിൽ അത് വളരെ തെറ്റായ ധാരണയിൽ കൃത്യമായ രീതിയിൽ അത്തരം ആൾക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുക തന്നെ വേണം. നമസ്കാരം. എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ, HIV സ്റ്റാറ്റസോ. HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്തു തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.